ഹായ്. ഒരുപാട് നഴ്സസ്മാർ IELTS OET ക്ലിയർ ആയിട്ടും ഇന്റർവ്യൂ കിട്ടാതിരിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കൺസേൺസ് OETയുടെ IELTSന്റെ വാലിഡിറ്റി തീർന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ ചെന്ന് ഓസ്കി എഴുതി പിൻ നമ്പർ എടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടു. അപ്പോൾ പലരുടെയും ഡൗട്ടാണ് അങ്ങനെ ചെയ്താൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളത്. ഇതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് വിസ റിജക്ഷൻ ആണ്. നിങ്ങൾക്ക് മാത്രമല്ല ഫാമിലി വിസ കൊടുക്കുമ്പോഴും വിസ റിജക്ഷൻസ് വരാറുണ്ട്. പക്ഷേ അതൊരു കാര്യമാണ്. രണ്ടാമത്തേത് ഫിനാൻസ് ആണ്. ഏകദേശം 3 to 5 lakhs മിനിമം നമുക്ക് ഈ ഒരു പറയുന്ന പ്രോസസ്സിന് ചെലവാകും. അപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് നോക്കിയിരിക്കുന്ന നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ എമൗണ്ട് ആണല്ലേ. ഇനി മൂന്നാമത്തേത് ഓസ്കി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 3 അറ്റംപ്റ്റ് ആണുള്ളത്. ആ 3 അറ്റംപ്റ്റ് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അതിന് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും എമൗണ്ട് കൂടും. അപ്പോൾ അതും ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. നേരത്തെ NHS വിതൗട്ട് എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യാമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ. കാരണം ചെറിയൊരു എമൗണ്ട് അല്ല ഇതിന് മുടക്ക് വരുന്നത് അല്ലേ. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വി ആർ ദെയർ ടു ഹെൽപ്പ് യു.